ആനുവൽ എക്സാം തകർത്ത് എഴുതുവാണല്ലേ. അപ്പൊ ആനുവൽ എക്സാമിന് നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ചോദ്യം മിസ് പറഞ്ഞു തരട്ടെ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിലെ ചോദ്യം ഇങ്ങനെയാണ്, ഒന്നാമത്തെ ചാപ്റ്ററുകളിൽ നിന്ന് വരാൻ പോകുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്. There are 4 Sundays, 5 Saturdays in the December of a year. ഒരു വർഷത്തിലെ ഡിസംബർ മാസത്തില് 4 ഞായറാഴ്ചകളും 5 ശനിയാഴ്ചകളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ 31 എന്ന് പറയുന്നത് ഏത് ദിവസമാണ് എന്നാണ് ചോദ്യം. ഇങ്ങനെ പല രീതിയിൽ നിങ്ങളോട് ചോദിക്കും. എന്ത് ചോദ്യം വന്നാലും ഇതേപോലെ ചെയ്താൽ മതി. ഇവിടെ എത്ര ശനിയാഴ്ചകൾ ഉണ്ട് എന്നാ പറഞ്ഞേ? 5 ശനിയാഴ്ചകൾ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഒന്നാമത്തെ ശനിയാഴ്ച വന്നു. ആ ശനിയാഴ്ച കഴിഞ്ഞ പിന്നെ ആരാ വരിക? ശനിയാഴ്ച കഴിഞ്ഞ പിന്നെ ഞായറാഴ്ചയല്ലേ, ഞായറാഴ്ച. രണ്ടാമത്തെ ശനിയാഴ്ച രണ്ടാമത്തെ ഞായറാഴ്ച. മൂന്നാമത്തെ ശനിയാഴ്ച മൂന്നാമത്തെ ഞായറാഴ്ച. നാലാമത്തെ ശനിയാഴ്ച നാലാമത്തെ ഞായറാഴ്ച. അഞ്ചാമത്തെ ശനിയാഴ്ച വന്നു, പക്ഷെ ഞായറാഴ്ച വന്നില്ല. അതിനർത്ഥം ആ ശനിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? ഡിസംബർ ഇല്ല. ഡിസംബറിലെ ഏറ്റവും അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. ഡിസംബർ മാസത്തിലെ ഏറ്റവും അവസാനത്തെ ദിവസം ആരാണ്? 31. ഡിസംബർ 31 വരെയല്ലേ ഉള്ളത്. അപ്പൊ ഡിസംബർ മാസത്തിലെ അവസാനത്തെ ദിവസം 31. അത് എന്നാണ്? ശനിയാഴ്ചയാണ്. കാരണം ശനിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച ഇല്ല. കാരണം 4 ഞായറാഴ്ചയേ ഉള്ളൂ എന്ന് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 4 സൺഡേസേ ഉള്ളൂ. അപ്പോൾ ശനിയാഴ്ച ദിവസം ആരായിരിക്കും? 31 ആയിരിക്കും. 31ാമത്തെ ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. അപ്പൊ ഈ ഒരു ചോദ്യം ഭയങ്കര കൺഫ്യൂസിങ് ആണ്. പക്ഷെ ഇതേപോലെ ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് എല്ലാ ചാപ്റ്ററും ഇതേപോലെ വൃത്തിയായിട്ട് ആദ്യം മുതലേ പഠിക്കാൻ പറ്റിയ അടിപൊളിയല്ലേ. അപ്പൊ എന്ത് ചെയ്യാ, വേഗം തന്നെ നമ്മുടെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്ത് വെച്ചോളാ. ഇപ്പൊ ഓഫർ പ്രൈസിൽ ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാം.